വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീണ്ടും തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കടന്നുകയറ്റം. ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്നെടുക്കുന്ന തെക്ക് പടിഞ്ഞാറൻ ഗസയിൽ ഇസ്രായേലിന്റെ ശക്തമായ ബോംബാക്രമണം. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മറുപടി ഉണ്ടായിട്ടും ഇസ്രായേൽ സേഫ് സോണായി പ്രഖ്യാപിച്ച ഇടങ്ങളിൽ തന്നെ വീണ്ടും ബോംബാക്രമണം നടത്തി. അതിൽ 21 പേർ കൊല്ലപ്പെട്ടു. സൗത്ത് ആഫ്രിക്കയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. വർണ്ണവിവേചനം അവസാനിച്ചതിനു ശേഷം ദക്ഷിണാഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് അതിന്റെ ഭൂരിപക്ഷം നഷ്ടമാകുന്ന അവസ്ഥയിലാണ്. മധ്യ റഫയുടെയും പടിഞ്ഞാറൻ റഫയുടെയും ഭാഗങ്ങളെ ഇരട്ടിലാക്കിയ ശേഷം ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചു. ഈജിപ്തിനോട് ചേർന്നുള്ള ഫിലാഡൽഫിയ കോറിഡോർ ഇസ്രായേൽ സേന കൈയടക്കി. 14 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന പ്രദേശമാണിത്. ഇത് ഡീമിലിറ്ററൈസ്ഡ് ചെയ്ത ഈജിപ്തിനോട് ചേർന്ന ഗസയുടെ പ്രദേശമാണ്. കഴിഞ്ഞ രാത്രിയിലും ബുധനാഴ്ച രാവിലെയുമായി ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നടന്ന റഫയിലെ വ്യത്യസ്ത പ്രദേശങ്ങളാണിത്. ദർ അൽ ബലയിൽ നിന്ന് ഹണി മഹ്മൂദ് 10-20 ദിവസമായ അധിനിവേശ സേന അവരുടെ സൈന്യത്തെ മധ്യ റഫയിലേക്ക് തള്ളിവിടുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്നും പലായനം ചെയ്യപ്പെട്ടത്. അവർ സുരക്ഷിത സ്ഥലങ്ങൾ തേടുന്നുണ്ടെങ്കിലും അവർക്ക് സുരക്ഷിതമായ സ്ഥലങ്ങൾ കണ്ടെത്താനാവുന്നില്ല. എല്ലായിടത്തും ഇസ്രായേലിന്റെ ആക്രമണങ്ങളാണ്. ഈ വംശഹത്യയിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ച് 2-3 ദിവസങ്ങളിലായി ഇസ്രായേൽ അതിന്റെ ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കവചിത വാഹനങ്ങളുടെയും ടാങ്കുകളുടെയും ശല്യം രൂക്ഷമാണ്. കുവൈറ്റ് ഹോസ്പിറ്റലിന്റെ പ്രാന്തപ്രദേശങ്ങളിലും നഗര പ്രാന്തത്തിലും പ്രത്യേകിച്ച് ഈജിപ്തിന്റെയും റഫയുടെയും ഇടയിലുള്ള ഫിലാഡൽഫിയ കോറിഡോറിലും കനത്ത ശല്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതിദ്രുത കൂട്ടക്കൊലകളാണ് അധിനിവേശ സൈന്യം നടത്തുന്നത്. ഇതെല്ലാം അരങ്ങേറുന്നത് ഇസ്രായേൽ തന്നെ പറഞ്ഞ സേഫ് സോണുകൾ ആണ്. ഇതെല്ലാം അരങ്ങേറുന്നത് ഇവാക്വേഷൻ മേഖലകളാണുള്ളതാണ്. വളരെയധികം സങ്കടകരം. റഫയുടെ വടക്ക് തെക്ക് ഭാഗത്ത് നടത്തിയുള്ള ശല്യത്തിൽ ഏകദേശം 45ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. കത്തിയമർദ്ദ ടെന്റുകൾക്കുള്ളിലെ തലനഷ്ടപ്പെട്ട കുട്ടികളെയും ചിന്നിച്ചെതിരിയ കുരുന്നുകളുടെയും ദൃശ്യങ്ങൾ ഭയാനകം തന്നെയായിരുന്നു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ടെന്റിൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 21 പേരാണ്. കൊല്ലപ്പെട്ടവരിലധികം പേരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഈ ആക്രമണങ്ങൾ നടന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സുരക്ഷിത മേഖലകളായിരുന്നു. അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ആളുകളെ ഇസ്രായേൽ സൈന്യം വീണ്ടും ശക്തി പ്രയോഗിച്ച് കുടിയിറക്കുകയാണ്. ഖാൻ യൂനിസിലും സെൻട്രൽ സിറ്റിയിലുമെല്ലാം ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. തുടർച്ചയായുള്ള ബോംബിങ്ങുകൾ ആളുകളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുന്നു. ഈ ക്രൈസിസ് ആളുകളെ വീണ്ടും പലായനം ചെയ്യാൻ നിർബന്ധിതമാക്കുന്നു. ആത്മരക്ഷയ്ക്ക് എത്തപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, വൈദ്യസഹായമില്ല. റഫയിൽ അവശേഷിക്കുന്നത് ഒരു മെറ്റർനിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ വേണ്ടത്ര സ്റ്റാഫോ ആശുപത്രി ഉപകരണങ്ങളോ മറ്റു വൈദ്യസഹായങ്ങളോ ഇല്ല. ഹെൽത്ത് ഫെസിലിറ്റീസിന്റെ ലഭ്യതക്കുറവ് ഒട്ടുമിക്ക ഫീൽഡ് ആശുപത്രികളിലും അടച്ചുപൂട്ടലിലാണ്. തീവ്രമായ ബോംബാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് ആശുപത്രിയും അൽ-നസർ ഹോസ്പിറ്റലും നിർത്തിവെക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ആംബുലൻസിന്റെ ലഭ്യതക്കുറവ്, മെഡിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് എല്ലാം രോഗികളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആളുകളെ റീലൊക്കേറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നത്. എല്ലായിടങ്ങളും കൂട്ടപലായനത്തിലാണ് എന്നുള്ളതാണ് അവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. അൽ ജസീറ കറസ്പോണ്ടന്റ് ഹിന്ദ് ഹുദരി ഇസ്രായേൽ ബോംബറുകൾ മറ്റൊരു ദുരിതാശ്വാസ ക്യാമ്പിലും ആക്രമണം നടത്തി. UN കെട്ടിടത്തിനടുത്തുള്ള ടെന്റുകളുടെ കൂട്ടത്തിൽ ഇസ്രായേലി മിലിറ്ററി മിസൈൽ ആക്രമണം നടത്തി. 45 പേരെ കൊന്ന ആക്രമണത്തിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇത്. ഇതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമായിരുന്നു. ഇത് റഫയിലെ ഇസ്രായേൽ അംഗീകരിച്ച സേഫ് സോൺ തന്നെയായിരുന്നു. ഈ ആക്രമണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്കുമേലുള്ള നഗ്നമായ ലംഘനമാണ്. റഫയുടെ മേലുള്ള ഇസ്രായേലിന്റെ ആക്രമണം എത്രയും പെട്ടെന്ന് നിർത്താൻ അന്താരാഷ്ട്ര കോടതിയുടെ വിധിയുണ്ടായിരുന്നതാണ്. ഇസ്രായേലി ടാങ്കുകൾ ഇപ്പോൾ പടിഞ്ഞാറൻ റഫയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും സാന്നിധ്യം ഫിലാഡൽഫിയ കോറിഡോറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലി ബോംബുകൾ ആളുകളെ കൊല്ലുന്നതിനനുസരിച്ച്
ആഗോള രോഷം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഈ കുട്ടിയുടെ മരണത്തിൽ ഈ കുടുംബം വിലപിക്കുകയാണ്. അവർ അവരുടെ തകർന്ന വീട്ടിൽ നിന്നും അവശേഷിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ പോയതായിരുന്നു. അപ്പോഴാണ് വെറും 10 വയസ്സായ നിഷ്കളങ്കനായ ഈ ബാലൻ കൊല്ലപ്പെടുന്നത്. ഈ ചെറിയ ജീവിതത്തിൽ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവൻ റൂമിൽ അവന്റെ അമ്മാവന്റെ കൂടെയായിരുന്നു. അപ്പോഴാണ് 2 ഷെല്ലുകൾ അവനേറ്റത്. ഷെല്ലുകൾ അവനെ 2ആയി കീറിക്കളഞ്ഞു. പടിഞ്ഞാറൻ ലത്തയിൽ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ വന്ന ആംബുലൻസിൽ ഷെല്ലിംഗ് വിധേയമായി. വടക്ക് ഭാഗത്ത് ജബാലിയയിൽ ഒരു കുടുംബന്മാരുടെ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ അവരും ഷെല്ലിങ്ങിന് വിധേയരായി. ഗസയിലെ നിരവധി ആളുകൾ മാസങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സ്ത്രീയും ചോദിക്കുന്നത്. ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? അറബ് ലോകമേ, ഞങ്ങളെ ഒന്ന് നോക്കൂ. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കാണും. ഇതൊരു ജീവിതമേ അല്ല. എനിക്കറിയില്ല എന്തു പറയണമെന്ന്. UN കണക്കനുസരിച്ച് ഏകദേശം 10 ലക്ഷം ഫലസ്തീനികളാണ് 3 ആഴ്ചക്കുള്ളിൽ രക്ഷ തേടി പലായനം ചെയ്തത്. പക്ഷെ ആരും സുരക്ഷിതമായ സ്ഥലത്തെത്തിയിട്ടില്ല. ഇത്രയൊക്കെ ക്രൂരതകൾ കാട്ടിയിട്ടും അമേരിക്കയുടെ ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും വന്നില്ല. നിരപരാധികളായ ആളുകളെ ചുട്ടുകരിച്ചിട്ടും ഹൃദയശൂന്യനായ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇസ്രായേൽ ഇപ്പോഴും റെഡ് ലൈൻ ഭരിച്ചിട്ടില്ലെന്നാണ്. അമേരിക്ക അങ്ങനെയേ പറയും.